കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ശുഭകരമായ വാർത്ത. ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിപ്പിക്കുന്നു, കേരളത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിക്കുന്നു. എന്നാൽ മാധ്യമങ്ങൾ വിചാരിച്ചതുപോലെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്ന വിഷയം അവിടെ ചർച്ച ചെയ്തില്ല. പകരം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസിനെ എത്തരത്തിൽ നയിക്കണമെന്നും അതിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ ആരും ഇറക്കരുത് എന്നും പാർട്ടിക്കെതിരായി പ്രവർത്തിക്കരുതെന്നും പാർട്ടിക്ക് ദോഷമാകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയും മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലാതെയോ നടത്തരുത്. അത്തരത്തിൽ നടത്തിയാൽ രൂക്ഷമായ അച്ചടങ്ക ലംഘനത്തിലുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഹൈക്കമാൻഡ് താക്കീത് നൽകുകയും ചെയ്യുന്നു. അതായത് ശശി തരൂരിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാകണമെന്ന വാദങ്ങൾ സ്വയം ഉയർത്തുകയോ അണികളെ കൊണ്ട് ഉയർത്തിപ്പിക്കുകയോ ചെയ്യുന്ന നേതാക്കന്മാരെയും കൃത്യമായ രീതിയിൽ താക്കീത് നൽകി ചൊൽപ്പടിക്ക് നിർത്തുവാൻ വേണ്ടിയുള്ളൊരു ചർച്ചയായിരുന്നു അവിടെ നടന്നത്. എന്നാൽ അവിടെ ചർച്ചയാകുമെന്ന് വിചാരിച്ചിരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തിൻ്റെ ചർച്ച, അതായത് കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റണമെന്നുള്ള ചർച്ച, ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ചർച്ച കാര്യമായ രീതിയിൽ അവിടെ നടന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ്സുകാർ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന വാർത്തകൾ ചൂടുപിടിക്കുന്നതിനിടയിൽ അതിനായുള്ള വാർത്തകൾ ചാനലുകൾ പടച്ചുവിടുന്നതിനിടയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന മരുമകനെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള നീക്കങ്ങൾ, കണ്ണൂർ ലോബി അസ്വാരസ്യങ്ങൾ, മകളുടെ കരിമണൽ ഖനനം, പരമ്പരയാകുന്ന അതിക്രൂരമായ കൊലപാതകങ്ങൾ, മയക്കുമരുന്ന് പ്രശ്നങ്ങൾ, കെ സുരേന്ദ്രനെ തെറിപ്പിക്കുവാൻ BJP-ക്കാർ കാണിച്ചു കൂട്ടുന്ന കുതന്ത്രങ്ങൾ, അതൊന്നും ആരും കാണുന്നതും കേൾക്കുന്നതുമില്ല. കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങളിതുവരെയും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെയും തീരുമാനിച്ചിട്ടില്ല എന്നാണെങ്കിലും അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിൽ ചാനലുകൾ വിജയിച്ചു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ സ്ഥാനാർത്ഥി നിർണയം പോലെ ഞെട്ടിക്കുന്ന വാർത്തകൾക്കാണ് കാതോർക്കുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് അതറിയുകയും ചെയ്യാം. അണികളുടെ പ്രതീക്ഷകളും അദ്ദേഹത്തിൽ മാത്രമാണ്. 76-കാരനായ സുധാകരനെ മാറ്റി 1982 ജനിച്ച 73-കാരനായ ബെന്നി ബെഹന്നാനെയും അടൂർ പ്രകാശിനെയും 72-കാരനായ സണ്ണി ജോസഫിനെയും ഒന്നും ആ സ്ഥാനത്തേക്ക് അദ്ദേഹം ഒരിക്കലും നിർദ്ദേശിക്കില്ല എന്ന ഉത്തമ വിശ്വാസം അണികൾക്കുമുണ്ട്. ഇടതുപക്ഷത്തിനും അവരുടെ പങ്കാളികളായ BJP-ക്കുമൊക്കെ ആവശ്യം ബെന്നിയെയും അടൂരിനെയും ഒക്കെ ആ സ്ഥാനത്തേക്ക് ഇരുത്തുന്നതാണ് എന്ന കോൺഗ്രസ്സുകാരും കോൺഗ്രസിൽ ചില ആളുകളും വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകൂ എന്നും അവർ മനസ്സിലാക്കുന്നു. മാണി കോൺഗ്രസിനെയും അതുപോലെ മാറി നിൽക്കുന്ന അണികളെയും തിരിച്ചു കൊണ്ടുവരുവാൻ ഇവർക്കൊന്നും ആകില്ലെന്ന് CPM-ന് നന്നായി അറിയാം. 46-കാരനായ PC വിഷ്ണുനാഥിൻ്റെയോ VT ബൽറാമിൻ്റെയോ 41-കാരനായ റോജി M ജോണിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളും ചോദിക്കുന്നത് അവരൊക്കെ കുട്ടികളല്ലേ എന്നാണ്. 32 വയസ്സുള്ളപ്പോൾ KPCC പ്രസിഡന്റും 37 വയസ്സുള്ളപ്പോൾ മുഖ്യമന്ത്രിയുമായ AK ആന്റണിക്ക് പോലും ഈ കുട്ടികളുടെ മഞ്ഞളിപ്പ് മാറിയ കാര്യം അറിയില്ലത്രേ. ആ നിരയിലുള്ള യുവജന നേതാക്കൾ കളത്തിലിറങ്ങിയാൽ കോൺഗ്രസിൽ ആവേശം വർദ്ധിക്കും എന്ന പൂർണ്ണ വിശ്വാസമുള്ളവർ CPIM-കാരാണ്. വടകരയിലെ ഷാഫിയുടെ വരവോടെ അവർക്കത് ബോധ്യപ്പെട്ടതുമാണ്. ആയതിനാൽ കോൺഗ്രസിലെ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ CPM-നാണ് ആശങ്ക. അവരുടെ 10 റഹീമുമാർ വന്നാലും അര ഷാഫി ആകില്ലെന്ന് അവർക്കറിയാം. 37 വയസ്സിനുള്ളിൽ കേരളത്തിന്റെ PCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും 53-ാം വയസ്സിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി വരെയായ AK ആന്റണിയും 26-ാം വയസ്സിൽ MLA-യും 34-ാം വയസ്സിൽ മന്ത്രിയുമൊക്കെയായ ഉമ്മൻചാണ്ടിയും 29 വയസ്സിൽ മന്ത്രിക്കുപ്പായം അണിഞ്ഞ രമേശ് ചെന്നിത്തലയും ഒക്കെ വിലസിയിരുന്ന കാലം കോൺഗ്രസ്സുകാർ മറന്നു കാണുമെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് അക്കാര്യത്തിൽ പേടിയില്ലാതില്ല. അല്ലെങ്കിൽ പണ്ടേ കേരളം ബംഗാൾ പോലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ആകുമായിരുന്നു. സച്ചിൻ പൈലറ്റും ജ്യോതിരാദിത്യ സിന്ധ്യയും കേന്ദ്രമന്ത്രിമാരായത് 30കളിലാണ്. ബെന്നിയും അടൂരുമൊക്കെ അത്യാവശ്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എത്തേണ്ടിടത്ത് എത്തിയവരാണ്. അവരൊക്കെ പാർട്ടിയെ കൊണ്ട് നേടി. തിരിച്ചവർ പാർട്ടിക്ക് എന്ത് കൊടുത്തു എന്നാണ് ആലോചിക്കേണ്ടത്. MLA-മാരായി പലയിടങ്ങളിൽ മത്സരിച്ച് വിജയിച്ചു എന്നുള്ളത് മറുതലക്കിൽ ശരിയാണെങ്കിൽ പോലും ആ വിജയവും അവർക്ക് ഗുണകരമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വെറും 48-ാം വയസ്സിൽ ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി. 56 വയസ്സുള്ളപ്പോൾ അദ്ദേഹം 2 തവണ ആ കസേരയിൽ ഇരുന്നു. ശേഷം ഭരണരംഗത്ത് നിന്ന് വിരമിക്കുകയും ചെയ്തു. അപ്പോഴും 46-കാരനായ ഷാഫിയും ബൽറാമും ഒക്കെ നമുക്ക് പിള്ളേരാണത്രേ. 41-കാരനായ റോജി വെറും പയ്യൻ. ജസീന്തയെ ന്യൂസിലൻഡുകാർ പ്രധാനമന്ത്രിയാക്കിയത് 37 വയസ്സുള്ളപ്പോഴാണ്.
അപ്പോൾ വയസ്സൊന്നിനും ഒരു മാനദണ്ഡമല്ല എന്നിരിക്കെ എന്തിനാണ് ചില കടുംപിടുത്തങ്ങൾ? മലയാള സിനിമയിൽ ഒരു കാലത്ത് താടി നരച്ച് 50 വയസ്സ് കഴിഞ്ഞാലേ ഒരാളെ സ്വതന്ത്ര സംവിധായകനായി അംഗീകരിച്ചിരുന്നുള്ളൂ. കാലം മാറിയപ്പോൾ ഇന്നത്തെ ബമ്പർ ഹിറ്റ് സിനിമകൾ കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ 20-നും 30-നും ഇടയിലുള്ള സംവിധായകരാണ്. ന്യൂ ജനറേഷൻ ഇതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പേരിന് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉണ്ടെങ്കിലും ചെറുപ്പക്കാരുടെ സിനിമകളാണ് കയറി കൊളുത്തുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ MM ഹസനെ പോലുള്ള 78-കാരനായ ഒരു നേതാവ് ഇപ്പോഴും UDF കൺവീനറായി ഇരിക്കുന്നത് തന്നെ ഒരു ഗതികേട് മാത്രമായി കണ്ടാൽ മതി. MM ഹസനെ പോലെയുള്ളവർ പാർട്ടിയുടെ ഉപദേശക സമിതിയിലോ മറ്റോ ഉൾപ്പെടുത്തി എല്ലാ പാർട്ടിക്കാരും സ്വീകാര്യനായ നല്ല ചെറുപ്പക്കാർക്ക് അംഗീകാരം കൊടുക്കാത്തത് വളരെ ക്ഷീണമായി മാറുന്നുണ്ട് കോൺഗ്രസിന്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓടി തളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിവ് തെളിയിച്ചെങ്കിലും പിന്നീട് നടന്ന ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി തെരഞ്ഞെടുപ്പുകളിൽ എതിരാളികളുടെ കളികൾക്ക് മുന്നിൽ പതറിയ അവസ്ഥയിലാണ്. അദ്ദേഹം ചെയ്യേണ്ടത് ബംഗളൂരു പോലെയുള്ള സിറ്റിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുവാനുള്ള ഏതെങ്കിലും കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പുതുതലമുറയിൽ പെട്ടവരെ സ്വാധീനിക്കുവാൻ ശ്രമിക്കണം. ബംഗളൂരു സിറ്റി എന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുള്ളവരും വന്നു ചേർന്നിട്ടുള്ള ബുദ്ധിയും ബോധവുമുള്ള ചെറുപ്പക്കാരാണ്. പണ്ടൊക്കെ ബംഗളൂരു എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സിറ്റി ആയിരുന്നു. ഇപ്പോൾ ട്രാഫിക് ജാമിൽ അകപ്പെട്ട് ജനങ്ങൾ ഒന്നടങ്കം ആ സിറ്റിയെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ലോക പ്രശസ്തരായ കോൾഡ് പ്ലേ സംഗീത നിശ അരങ്ങേറുകയുണ്ടായി. ഇന്ത്യയിലെമ്പാടുമുള്ള 1 ലക്ഷത്തോളം സംഗീത പ്രേമികൾ അവിടേക്ക് ഒഴുകിയെത്തി. ആ ചെറുപ്പക്കാരുടെ മനസ്സിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനാലാണ് അങ്ങനെ ഒരു സംഗീത പരിപാടി ഇന്ത്യയിലേക്ക് എത്തിയതെന്നാണ് അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത്. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന സിദ്ധാന്തം കോൺഗ്രസ് പാർട്ടിയും പ്രത്യേകിച്ച് രാഹുൽ പ്രിയങ്കയും ഒക്കെ മനസ്സിലാക്കിയാൽ ചെറുപ്പക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കാനാകും എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ ചെറുപ്പക്കാരായ നേതാക്കൾ മുന്നിലേക്ക് എത്താതെ സാധ്യമല്ല. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് ചെറുപ്പക്കാർക്ക് ഇടം നൽകി നന്നായി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ KPCC അധ്യക്ഷനെ മാറ്റിയതുകൊണ്ടോ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്ക് വീണ്ടും അവസരങ്ങൾ നൽകിയതുകൊണ്ടോ കേരളത്തിൽ കോൺഗ്രസിന് ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന ധാരണ വേണ്ട എന്നാണ് തോന്നുന്നത്. മറ്റൊന്ന്, കോൺഗ്രസിന്റെ 2ാം നിര അത് ശക്തമായ ഒരു നിരയാണ്. ആ 2ാം നിര കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്തെ അധികാരത്തിലേക്ക് എത്തേണ്ടത് ഈ സമയത്താണ്. അവരുടെ ജരാന്തര ബാധിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എത്തിയാൽ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകില്ല അന്നും എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതാക്കന്മാർക്കുണ്ടാകണം.